നിങ്ങൾക്കുണ്ടോ ഇതുപോലെയുള്ള ഒരു അസുഖം? ഇടയ്ക്കിടയ്ക്ക് റൂമിലെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്നത്, അതിലൂടെ നമ്മൾക്ക് ചെറിയൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലേ ഒരു ചെറിയൊരു മേക്ക് ഓവറാണിത്. ഇത് അത്രയും അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് മുകളിലെ റൂമിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ചൂട് കാരണം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ താഴത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ താഴെ ഇല്ലേ കട്ടിൽ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിടുകയാണ്. നീക്കുന്നത് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട അത്ര എളുപ്പമാണെന്ന്. പക്ഷേ ഞാനിങ്ങനെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്വഭാവമില്ലത് കാരണം കട്ടിലിന് തന്നെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തള്ളുമ്പോഴേക്ക് മൂപ്പരങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ഞാനിങ്ങനെ ഈ ഈ ഭാഗത്തേക്ക് കട്ടിൽ മാറ്റിയിട്ട് ജസ്റ്റ് ജനലിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ജാക്ക് മോനെ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ജാക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അവന് കട്ടിലിനേക്കാളും വെയിറ്റാണ് അവൻ്റെ ഈ ഒരു മിഷനില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു ഭാഗം നീങ്ങാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ വേറെ ആരും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ അത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ കട്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച മാതിരിട്ടില്ല ഒരു നല്ലൊരു സുഖം അവിടെ കിട്ടുന്നില്ല. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ അത് മാറ്റിയിടുകയാണ്. ഇപ്പം ഷോപ്പിൽ കുറച്ച് ദിവസമായിട്ട് പോകുന്നില്ല. അത് കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലായിരുന്നു മെഷീൻ വെച്ചിട്ടില്ല. വല്ലാത്ത ചൂട് കാരണം തലവേദനയും പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുക. അപ്പം താഴോട്ടേക്ക് മെഷീൻ മാറ്റുക, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതാണ് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ഈ ഒരു റൂം മേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ഈ ഒരു ജനലിൻ്റെ ഭാഗത്തേത്, ഈ ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് നമ്മൾ റോഡ് സൈഡിലേക്ക് നല്ല വ്യൂ ആണ്. അപ്പം പുറത്ത് പോകുന്നവരെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം, ഇടയ്ക്ക് സംസാരിക്കുകയും ചെയ്യാം. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമല്ല എനിക്ക്. ജനലിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ അയൽവാസികളേക്കൊന്ന് കാണാമല്ലോ, സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് മെഷീൻ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇനി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.